ഭൂമി തട്ടിപ്പ് കേസിൽ കൊടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡിജിപിക്ക് പരാതി നൽകി. കടകംപള്ളി സുരേന്ദ്രനെതിരെ ഡിജിപിക്ക് പരാതി നൽകി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഭൂമി തട്ടിപ്പ് കേസിൽ പെടുത്താനായി ഗൂഢാലോചന നടത്തിയതാണ് പരാതി. തന്റെ ഭൂമി ഇടപാട് കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ മധ്യസ്ഥനായിട്ടുണ്ടെന്നും പോറ്റിയുടെ പരാതിയിൽ വെളിപ്പെടുത്തുന്നു. പരാതിയുടെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റ് ഭീഷണി തൽക്കാലം ഒഴിഞ്ഞെന്ന് ആശ്വസിച്ചിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രന് തലവേദനയായി പുതിയ പരാതി. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിശദമായ പരാതി ഡിജിപിക്ക് നൽകിയത്. പോറ്റി ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കഴക്കൂട്ടം സ്വദേശിനി പ്രതിഭ പോറ്റിക്കെതിരെ SITക്ക് പരാതി നൽകിയിരുന്നു. തന്റെ ഭൂമി തട്ടിയെടുത്തെന്നായിരുന്നു പരാതി. ഈ പരാതിക്ക് പിന്നിൽ കഴക്കൂട്ടം MLA ആയ കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് പോറ്റി ആരോപിക്കുന്നത്. തന്നെ വീണ്ടും ജയിലിലാക്കി കടകംപള്ളിയിലേക്ക് ആരോപണവും അന്വേഷണവും വരുന്നത് ഒഴിവാക്കലാണ് ലക്ഷ്യമെന്ന് പറയുന്നു. ഇതുകൂടാതെ കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല അടുപ്പമെന്ന് സൂചിപ്പിക്കുന്ന പരാമർശങ്ങളും പരാതിയിലുണ്ട്. 2017 പ്രതിഭ എന്ന സ്ത്രീയുടെ 10 സെന്റ് സ്ഥലം താൻ വാങ്ങിയത്. പിന്നീട് ഇത് സംബന്ധിച്ച് സാമ്പത്തിക ഇടപാട് കേസായി. ഒടുവിൽ 2024 ഈ പ്രശ്നം പരിഹരിക്കാൻ കടകംപള്ളി ഇടനിലക്കാരനായി തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ച നടന്നിട്ടുണ്ടെന്നുമാണ് പരാതിയിൽ വെളിപ്പെടുത്തുന്നത്. പോറ്റിയുമായി പ്രത്യേക അടുപ്പമില്ലെന്ന കടകംപള്ളിയുടെ വാദം ഇതോടെ പൊളിയുകയാണ്. പത്മകുമാർ പുറത്തേക്ക്. സ്വർണ്ണക്കൊള്ളയിൽ വിശദീകരണം തേടി CPM. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമ നടപടികൾ നേരിടുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനോട് വിശദീകരണം തേടി CPM. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിന്റെ കാരണം വിശദീകരിക്കണമെന്ന് വ്യക്തമാക്കി CPM ജില്ലാ നേതൃത്വമാണ് നോട്ടീസ് നൽകിയത്. തപാലിൽ അയച്ചു നൽകിയ നോട്ടീസിൽ വിശദീകരണത്തിന് ശേഷം നടപടിക്ക് സാധ്യതയെന്നാണ് സൂചന. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് റിപ്പോർട്ട്. കോന്നി മുൻ MLA ആയ പത്മകുമാർ നവംബർ 20 ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായത്. കട്ടിലപ്പാളി കേസിലായിരുന്നു അറസ്റ്റ്. ഡിസംബർ 2 ദ്വാരപാലക പാളി കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. ശബരിമലയിൽ നിന്നും സ്വർണം കവരുന്നതിന് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തുവെന്നും കൂട്ടുനിന്നതിലൂടെയും കൃത്യവിലോപം നടത്തിയതിലൂടെയും കൊള്ളയ്ക്ക് വഴിയൊരുക്കിയതുമാണ് പത്മകുമാറിനെതിരെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. കട്ടിലപ്പാളി കേസിൽ ഫെബ്രുവരി 20 പത്മകുമാറിന് ജാമ്യം ലഭിച്ചുവെങ്കിലും ഈ മാസം 5 പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. 105 ദിവസം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞു. 2 ലക്ഷം രൂപ വീതമുള്ള 2 ആൾ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലും ശബരിമല ഉൾപ്പെടുന്ന റാന്നി താലൂക്കിൽ പ്രവേശിക്കരുത്, അനുമതിയില്ലാതെ കേരളത്തിന് പുറത്ത് പോകരുത് തുടങ്ങിയ ഉപാധികളോടെയുമാണ് വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് ജാമ്യം അനുവദിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം CPMന് വലിയ തിരിച്ചടിയാണ് സ്വർണ്ണ കൊള്ള കേസുണ്ടാക്കിയത്. പാർട്ടി ഗുരുതര പ്രതിസന്ധിയിലാക്കിയിട്ടും പുറത്താക്കാതിരുന്നതിൽ വലിയ അമർഷം അണികളും ഉയർത്തിയിരുന്നു. സർക്കാരിന്റെ ഇരുണ്ട കാല വിവാദത്തിലായിരിക്കുകയാണ് പരസ്യത്തിനെതിരെ കോൺഗ്രസ്. സംസ്ഥാന സർക്കാരിന്റെ ഇരുണ്ട കാലം പരസ്യത്തിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതി. സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് പരസ്യമെന്നാണ് കോൺഗ്രസ് ഹർജിയിൽ പറയുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ഷാറൂഖ് പനക്കലാണ് പരാതിക്കാരൻ. പൊതുമുതലിന്റെ ദുരുപയോഗമാണ് നടന്നതെന്നും PRD ഉദ്യോഗസ്ഥർ ഭരണപക്ഷത്തിന്റെ ഏജന്റുമാരെ പോലെ പ്രവർത്തിച്ചെന്നും ഹർജിക്കാരൻ ഹർജിയിൽ ആരോപിക്കുന്നു. പരസ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം, പരസ്യത്തിന്റെ പണം ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനും CPMനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീരുന്നില്ല. ഉദ്ഘാടനത്തിൽ നിന്നും ഒഴിവാക്കിയതിന്റെ വിഷമം മാറ്റാൻ രാമനാട്ടുകരയിൽ മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോ. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച രാമനാട്ടുകരയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോ. വെങ്ങളം രാമനാട്ടുകര റീച്ചിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയത്. പ്രധാനമന്ത്രിയുടെ ചടങ്ങിലേക്ക് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കാതിരുന്നത് വിവാദമായതിന് പിന്നാലെയാണ് സമാന്തര ഉദ്ഘാടനവും റോഡ് ഷോ നടത്തിയുള്ള പ്രതിഷേധം. നേരത്തെ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ CH കുഞ്ഞമ്പു MLAയുടെ നേതൃത്വത്തിൽ സമാന്തര ഉദ്ഘാടനം നടത്തിയായിരുന്നു ദേശീയപാതയുടെ 1ാം റീച്ച് MLA നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്തത്. കൊച്ചിയിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും മുൻപായിരുന്നു സമാന്തര ഉദ്ഘാടനം. ഉച്ചയ്ക്ക് എറണാകുളത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ നിന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത്. 13 മന്ത്രിമാർ തോൽക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. കേരള പോലീസിലെ രഹസ്യസേന നടത്തിയ അന്വേഷണത്തിൽ 13 മന്ത്രിമാർ തോൽക്കുമെന്ന് കണ്ടെത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കേരള പോലീസിലെ രഹസ്യസേന നടത്തിയ അന്വേഷണത്തിൽ 13 മന്ത്രിമാർ തോൽക്കുമെന്ന് കണ്ടെത്തിയെന്ന സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത ചർച്ചയാവുകയാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥയാണ് ഇനി അറിയേണ്ടത്. പക്ഷേ 2ാം പിണറായി മന്ത്രിസഭയിൽ വിവാദങ്ങളിൽപ്പെട്ട് പ്രതിച്ഛായ നഷ്ടമായവരാണ് ഇവർ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നാലും ഞെട്ടാനില്ലെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. തോൽക്കുമെന്ന് പ്രചരിക്കപ്പെടുന്ന 13 മന്ത്രിമാർ ഇവരാണ്: വീണ ജോർജ്, വാസവൻ, ശിവൻകുട്ടി, P രാജീവ്, MP രാജേഷ്, R ബിന്ദു, ചിഞ്ചുറാണി, KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, ഗണേഷ് കുമാർ, അബ്ദുറഹ്മാൻ. G സുധാകരനെ അനുനയിപ്പിക്കാൻ നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വീട്ടിലെത്തി.
പാർട്ടിയുമായി ഇടഞ്ഞ അംഗത്വം ഉപേക്ഷിച്ച മുതിർന്ന നേതാവ് ജി സുധാകരനെ വീട്ടിലെത്തിക്കണ്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. സുധാകരൻ വാർത്താ സമ്മേളനം വിളിച്ചതിന് പിന്നാലെയാണ് ചർച്ചയ്ക്കായി അംഗങ്ങൾ വീട്ടിലെത്തിയത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണിതെന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനുമായി ഫോണിൽ സംസാരിച്ചതായും വിവരമുണ്ട്. രാത്രി തന്നെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമെന്നും വിവരമുണ്ടായിരുന്നു. ഏതായാലും സുധാകരന്റെ പുന്നപ്ര പറവൂരിലെ വീട്ടിലായിരുന്നു വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വീട്ടിലെത്തി ചർച്ച നടത്തിയെങ്കിലും വാർത്താ സമ്മേളനത്തിൽ മാറ്റമില്ലെന്നാണ് വിവരം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തിരികെ പോയി. ജില്ലാ കമ്മിറ്റി യോഗത്തിനൊപ്പം സുധാകരൻ അംഗമായിരുന്ന ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിയുടെ യോഗവുമുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിച്ചേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായാൽ UDF പിന്തുണ നൽകുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. സുധാകരൻ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം UDF പിന്തുണ പ്രഖ്യാപിക്കുമെന്ന തരത്തിലാണ് ചർച്ചകൾ നീങ്ങുന്നത്. ജി സുധാകരന്റെ തീരുമാനം അറിഞ്ഞ ശേഷമേ അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയുള്ളൂ എന്ന സന്ദേശം സംസ്ഥാന നേതൃത്വം ജില്ലയിലെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള കോൺഗ്രസ് നേതാക്കളോട് മറ്റെവിടെയെങ്കിലും പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് നേരത്തെ തന്നെ നേതൃത്വം ആരാഞ്ഞിരുന്നു.